ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നതാ എൻ്റെ വീട്ടിൽ വന്നപ്പം അമ്മ എണ്ണ ഉണ്ടാക്കി തരികയാണ് കേട്ടോ. അപ്പം അതിന് ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മുതൽ ഞാൻ അമ്മ ഉണ്ടാക്കി തരുന്ന എണ്ണ തേക്കുന്നുണ്ട്. അതിന് മുമ്പ് അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കുഞ്ഞിലെയൊക്കെ. അപ്പം എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വലുതായപ്പോൾ എൻ്റെ അഹങ്കാരം കൊണ്ട് കുറേ മുടിയൊക്കെ ഞാൻ ഫാഷൻ കാണിച്ച് കളഞ്ഞിട്ടുണ്ട് അല്ലേ അമ്മ? ഇച്ചിരി ഫാഷനൊക്കെ മുടി വെട്ടി ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ദാ മുടിയൊക്കെ പോയി. പിന്നെ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് അമ്മ മുടി എണ്ണ ഉണ്ടാക്കി തന്നു. അങ്ങനെ മുടി ഉണ്ടായി, പിന്നെയും കൊണ്ടേ കളഞ്ഞു. ഒരു ചിന്ന മേക്ക് ഓവർ. അതിപ്പോൾ നമുക്കൊരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ നമ്മുടെ മുടിയിരിക്കും. അപ്പം അങ്ങനെ അതെൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ. ഏട്ടൻ എന്നോട് പറഞ്ഞിരുന്നു, നിനക്ക് എന്തെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് സലൂണിൽ പോയി വെട്ടിയതാണ്. അതിപ്പോൾ വളർന്നോട്ടമ്മ. അത് ഞാൻ ഉണ്ടാക്കി എണ്ണ തേച്ചിട്ട് നോക്ക്, കുറച്ചൊക്കെ വളർന്നുണ്ട്. 1.5 മാസം കണ്ടായിട്ടുള്ളൂ ഞാൻ തേക്കാൻ കേട്ടോ. അതിൻ്റേതായ വളർച്ചയുണ്ട്. മുടി നല്ല കൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ട്. താരം ചെറുതായിട്ട് കമ്മിയായിട്ടുള്ളൂ, വലുതായിട്ട് കമ്മിയെന്ന് ഞാൻ പറയുന്നില്ല. 1.5 മാസമല്ലേ ആയിട്ടുള്ളൂ. ഒരു 3 മാസം 4 മാസം ഉപയോഗിച്ചാലാണ് ഒരു എണ്ണയുടെ ക്വാളിറ്റി നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ അമ്മ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് കറ്റാർവാഴ, ഉലുവ, ഇത് വേപ്പിനില, ഇത് നമ്മുടെ നാടൻ കറിവേപ്പിൻ്റെ ഇല. വേപ്പിൻ്റെ ഇല പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പിൻ്റെ ഇല, ആര്യവേപ്പ്, നെല്ലിക്ക. ഇതെന്താ സാധനത്തിൻ്റെ പേര്? പനിക്കൂർക്ക. പനിക്കൂർക്ക മറന്നുപോയി. ഇത് മൈലാഞ്ചി, തുളസി, ചെമ്പരത്തി പൂവിൻ്റെ ഇല, പൂവ്, തെച്ചി, നാരങ്ങ, ബീട്രൂട്ട്, കരിഞ്ചീരകം, പിന്നെ ഇതെന്താണമ്മ? കീഴാർനെല്ലി. ഓക്കെ, ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ആദ്യം മിക്സിയിലിട്ട് അരച്ചെടുക്കും കേട്ടോ. ഇത് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇത് നമ്മൾ ഏട്ടനെ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ വാങ്ങി വെച്ചത്. അതിലാകെ പൊടിയായില്ലോ. അമ്മ എനിക്കാന്നും പറഞ്ഞ ഒരു കുപ്പി എണ്ണയൊക്കെ ഉണ്ടാക്കിയപ്പോൾ പുള്ളിക്കാരി അത് സ്വയം അങ്ങ് തേച്ചു കഴിയാറായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇത് അമ്മ ഒരു ബോട്ടിൽ ഉണ്ടാക്കിയതാണ്. ഇതിപ്പോൾ ഇത്രയും പുള്ളിക്കാരി തേച്ചതാണെന്ന് പറഞ്ഞേ. ക്ഷമിച്ചേക്കാം. അടിയിൽ ഇത് നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിയത്? ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിയതാട്ടാ. നീലാംബരി നെല്ലിക്കയുടെ പൊടി വാങ്ങിയിട്ട്, പക്ഷെ നമ്മളിവിടെ നെല്ലിക്ക എടുക്കണം. നമുക്കില്ലാത്തൊരു സാധനം കയ്യുണ്ണി നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ അതിൻ്റെ പൊടി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കർപ്പൂരം, പിന്നെ ആവണക്കെണ്ണ. അപ്പം നമ്മൾ ആദ്യം ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് കാണാം കേട്ടോ. അരയ്ക്കുമ്പോൾ പൊടികളൊക്കെ നമ്മൾ ചേർത്തിട്ടാണ് അരയ്ക്കണത്. പിന്നെ നമ്മൾ അരച്ചിട്ടുണ്ട്, നമ്മുടെ പൊടികൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആവണക്കെണ്ണയും കർപ്പൂരം നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇടുന്നത്. കർപ്പൂരം ഇടുന്നത് എണ്ണ കേടുവരാതെ. നമ്മളതാ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ടാണ് അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അരച്ച് വെച്ചതൊക്കെ അടിയിൽ പിടിക്കും. ഏകദേശം ഇപ്പോൾ നമ്മൾ 1 ലിറ്റർ എണ്ണ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. 1 ലിറ്റർ അല്ല, ഇതിൽ 1 ലിറ്ററിൻ്റെ അല്ലല്ല, ഇപ്പോൾ ഇതിൽ 1 ലിറ്ററല്ലേ ഉണ്ടാവുള്ളൂ. ഇത് ഉപയോഗിച്ചില്ല, 2 ലിറ്ററിൻ്റെ ആണത്. ഞാൻ 2 ഗ്ലാസ് അന്ന് എടുത്തേക്കും. അപ്പോൾ ഒരു 1.5 ലിറ്ററൊക്കെ ഉണ്ടാവും. അന്ന് ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അടുപ്പത്ത് വെച്ചതിന് ശേഷം വിറകടുപ്പിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെസ്റ്റില്ല, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എണ്ണ ചൂടാവട്ടെ ഒന്ന്. അങ്ങനെ നമ്മൾ കുറച്ച് എണ്ണ ഉണ്ടാക്കണം. ഒരു അരമണിക്കൂർ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുത്ത് നമ്മൾ ചേർത്ത് കൂട്ടുകളൊക്കെ ആ എണ്ണയിലിട്ട് നന്നായി തിളപ്പിച്ച് എണ്ണ തെളിഞ്ഞ് വന്നപ്പോൾ നമ്മൾ കർപ്പൂരം ഉണ്ടല്ലോ, ഇത് നമ്മൾ
ആയുർവേദ കടയിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. നമ്മൾ മുടിയൊക്കെ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കർപ്പൂരമാണ് കേട്ടോ, അല്ല സാധാ കർപ്പൂരമല്ല. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് അതിൽ കിടന്ന് ലയിച്ചോളും. പിന്നെ കുറച്ച് ആവണക്കെണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ചു. ഇനി ഇത് നമുക്ക് ഒരു രാത്രി ദിവസം അനക്കാതെ വെക്കാം. പിറ്റേന്ന് നമ്മൾ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ആ സൂര്യപ്രകാശം ഒന്ന് കൊള്ളിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷെ നമുക്ക് വെയിലുണ്ടായില്ല കേട്ടോ. ഇത് നമ്മൾ പിറ്റേന്ന് രാത്രിയാണ് ഒരു വെള്ള തുണിയിലേക്ക് ഇത് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ചണ്ടിയൊന്നും ഇല്ലാണ്ട് എണ്ണ മാത്രമായിട്ട് അരിച്ചെടുക്കുകയാണ്. ഈ എണ്ണ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം, ഒരു കേടും വരില്ല. നല്ല വൃത്തിയുള്ള പാത്രത്തിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതേ ബൈ.